അത് നമ്മൾ BBC ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന് ഒരു മൂല്യമുണ്ട് എന്നുള്ളത് അറിയാം. കാരണം നമ്മളൊന്നും ലക്ഷ്യം വെച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷം സമാധാനത്തിൽ ജീവിക്കണം, എനിക്കും ജീവിക്കണം, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കും ജീവിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നതും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ചെറിയ മുതലാളിയായാലും വലിയ മുതലാളിയായാലും വലിയ മുതലാളി ചെറിയ മുതലാളിയുടെ അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെറിയ മുതലാളി വലിയ മുതലാളിമാരുടെ അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മാതൃകാപരമായിട്ട് മുതലാളിമാർ മുന്നോട്ട് തൊഴിലാളികളെയും കൂടി പരിഗണിച്ചിട്ട് മുന്നോട്ട് പോകണം. താലി ഭാര്യേൻ്റെ താലി പണയം വെച്ചിട്ടായിരിക്കും വാടക വരെ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്താൽ മതി. നമുക്ക് മുതലാളി ആവണം എന്നാൽ ഇവിടെ തൊഴിലാളികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇത്ര കൂലി കൊടുത്താൽ മതി, അവരെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കണം, മണിക്കൂറുകളില്ല, ആരെ വല്ലൊക്കെ കൂലി കൊടുക്കാതെയും ആഴ്ചക്ക് അവധി കൊടുക്കാതെയും തൊഴിലാളികളെ ചൂഷണം ചെയ്തിട്ട് വേണ്ട നമുക്ക് ലാഭം. അത് നമ്മൾ BBC ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന് ഒരു മൂല്യമുണ്ട് എന്നുള്ളത് അറിയാം. കാരണം നമ്മളൊന്നും ലക്ഷ്യം വെച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷം സമാധാനത്തിൽ ജീവിക്കണം, എനിക്കും ജീവിക്കണം, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കും ജീവിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നതും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ BBC അംഗീകരിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോൾ ലോകത്ത് തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്. അതിനൊരു കോഴിക്കോട് ഇതിനൊരു മാറ്റം വന്നുകൊണ്ടല്ലേ, കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ ഇത്തരം മാറ്റങ്ങൾ, നഗരത്തിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടല്ലേ ഒരെന്നെ കണ്ടത്. ഈ മാറ്റത്തിന് മുന്നിൽ ഞാൻ നിന്ന് എന്നതല്ലേ. അപ്പോൾ ഇത് ലോകൊട്ടുകളുടെ വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കണ്ട് ആൾക്കാർ പരിഹരിക്കട്ടെ, പരിഹരിച്ച് എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റട്ടെ എന്നൊക്കെ വിചാരിച്ച്. അതിപ്പോൾ ഞാൻ പറഞ്ഞ് അന്നും BBC അംഗീകരിച്ചപ്പോൾ മീഡിയാസൊക്കെ ഓടി വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് ഇന്ന BBC അംഗീകരിച്ചിട്ട് കാര്യമില്ല, തൊഴിലാളികളെ തൊഴിലാളിയെ അംഗീകരിക്കാനും മനുഷ്യനെ പരിഗണിക്കാനും പറ്റണം. BBC അംഗീകരിച്ചപ്പം വ്യാപാര വ്യവസായ സമിതി, വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇവരൊക്കെ എന്നെ ആദരിക്കുക. അവിടെയൊക്കെ പോയിട്ട് ഞാൻ വേദിയിൽ പറയുന്നതാണ്, നിങ്ങൾ എന്നെ ആദരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ ചുറ്റുമുള്ള നിങ്ങളെ തൊഴിലാളികളെ മനുഷ്യനായിട്ടും തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക. അല്ലാതെ നിങ്ങളെന്നെ ആദരിച്ചുകൊണ്ട് എനിക്ക് സന്തോഷമൊന്നും കിട്ടൂല. അവർക്കത് പിന്നെ പങ്കാളിയാവാൻ പറ്റണം. നിങ്ങളവരെ മനുഷ്യനായി പരിഗണിക്കുകയും തൊഴിലാളിയെ അംഗീകരിക്കുകയും ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു ചേച്ചി നല്ല മാറ്റം ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലാണ് നിങ്ങളെന്നെ ആദരിച്ച മാതിരി ഞാൻ അത് അംഗീകരിക്കുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ BBC അംഗീകരിച്ചിട്ട് നിങ്ങളിവിടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ആഘോഷിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ലാഭം ഉണ്ടാക്കി തരുന്ന, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളികളെ മനുഷ്യനായി പരിഗണിക്കുക, തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക. അതാണ് എൻ്റെ ആദരം. അല്ലാതെ നിങ്ങളിന്നെ എനിക്കൊരു മൊമെൻറ്റോ തന്നതിനെ കൊണ്ടോ നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടോ കാര്യമില്ല. ഞാനല്ല, അവരെ അനുഭവമാണ് എൻ്റെ ആദരവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഹാരം എന്ന് പറയും മുതലാളിമാർ
ഇപ്പം ഞാൻ പറയാം, സ്ത്രീ പീഡനങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ പുരുഷന്മാർക്ക് ബോധമുണ്ടായി അത് അത്തരത്തിൽ കാര്യങ്ങൾക്ക് തയ്യാറാവാതെ അതിന് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തരം പ്രവൃത്തിയിലേക്ക് ഇല്ല എന്ന് തീരുമാനിക്കുകയാണല്ലോ ആൺകുട്ടികളും ആണുങ്ങളും ഒക്കെ. അതിന് മുതലാളിമാർ തൊഴിലാളികൾക്ക് ഇത്തരം അവകാശങ്ങളുണ്ട്, അവരെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, അവരെ അധ്വാനത്തിൽ നിന്ന് ലാഭം എടുത്തിട്ട് ഞങ്ങൾക്ക് മുതൽ വേണ്ട, അവരെ തൊഴിലാളിയായിട്ടും മനുഷ്യനായിട്ടും പരിഗണിക്കണം, അതിന് അവർ തന്നെ തയ്യാറാവണം. ഇപ്പം ഞാൻ പറയാം, ഞാൻ മിഠായി തെരുവിലൊക്കെ എനിക്കറിയാം ചെറുകിട കടക്കാരാ ഭാര്യേൻ്റെ താലി പണയം വെച്ചിട്ടായിരിക്കും വാടക വരെ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്താൽ മതി. നമുക്ക് മുതലാളിയാവണം എന്നാൽ ഇവിടെ തൊഴിലാളികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇത്ര കൂലി കൊടുത്താൽ മതി, അവരെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കണം, മണിക്കൂറുകളില്ല, ആരെ വല്ലൊക്കെ കൂലി കൊടുക്കാതെയും ആഴ്ചക്ക് അവധി കൊടുക്കാതെയും തൊഴിലാളികളെ ചൂഷണം ചെയ്തിട്ട് വേണ്ട നമുക്ക് ലാഭം. നമുക്ക് മുതലിൽ നിന്നകത്തുന്ന ലാഭമുണ്ട്. അതിവിടെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ തൊഴിൽ നിയമങ്ങളുണ്ട്, ഒരു സ്ഥാപനം നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പാലിക്കാൻ മുതലാളിമാർ ചെറിയ മുതലാളിയായാലും വലിയ മുതലാളിയായാലും ഇവിടെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തൊഴിലാളിക്കായാലും സ്ഥാപനം നടത്തുമ്പോൾ ആയാലും പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. പാലിക്കാൻ തയ്യാറായി മുതലാളിയായാൽ മതി. അല്ലാണ്ട് എനിക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്താൽ അവിടെ ലാഭം ഉണ്ടാക്കാം, സ്ഥാപനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആ വെട്ടിപ്പൊക്കെ നടത്താം, നികുതിയൊക്കെ അടക്കേണ്ടി വരും. അത് നടക്കാണ്ട് എനിക്ക് വെട്ടിപ്പ് നടത്തി ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? തൊഴിലാളികൾക്ക് അവർ അധ്വാനിച്ച കൂലിയും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കാതെ മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചാൽ നടക്കുമോ? നമുക്ക് നമ്മളെ സമൂഹത്തിനൊരു നിയമവും ചട്ടങ്ങളും ലംഘനങ്ങളൊക്കെ ഇല്ലേ, അത് പാലിക്കണ്ടേ? അപ്പോൾ പാലിക്കാൻ തയ്യാറാവണം മുതലാളിമാരായാലും ചെറിയ മുതലാളിയായാലും വലിയ മുതലാളി ഇരിക്കാൻ അനുവദിക്കില്ലെങ്കിൽ ചെറിയ മുതലാളി അത് പാലിക്കുക ചെയ്യുക, അതേപോലെ ഇവിടെ നടത്താൻ നോക്കുക ചെയ്യുക. അതല്ല, ചെറിയ മുതലാളിയായാലും വലിയ മുതലാളി ചെറിയ മുതലാളിയുടെ അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെറിയ മുതലാളി വലിയ മുതലാളിമാരുടെ അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മാതൃകാപരമായിട്ട് മുതലാളിമാർ മുന്നോട്ട് തൊഴിലാളികളെയും കൂടി പരിഗണിച്ചിട്ട് മുന്നോട്ട് പോയാൽ സ്മൂത്തായി പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള പല സ്ഥാപനങ്ങളിലും വിജയിച്ച് എന്ന് വിളിച്ച് വരുമ്പോൾ ഞാൻ ഇത്തരം നോട്ടീസുകളൊക്കെ കൊടുക്കും, പറയും ഇതിൽ കുറേ തൊഴിൽ നിയമങ്ങളുണ്ട്, ഇത് പാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ സ്ഥാപനം സ്മൂത്തായി മുന്നോട്ട് പോകും. അതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കയറി വന്നിട്ട് ഞങ്ങളെപ്പോലുള്ള മറ്റ് യൂണിയൻ കയറി വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും, നിങ്ങൾ പൈസയായിട്ട് ഓടും, ചിലർ പൈസ വാങ്ങും, ചിലർ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചിട്ടേ പോവുള്ളൂ. അതിന് നിൽക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്തോളി. തൊഴിലാളികളുണ്ടെങ്കിൽ തൊഴിലാളികൾ കൊണ്ട് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ സ്ഥാപനത്തിന് നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തി മുന്നോട്ട് പോയിക്കോളി, ലാഭങ്ങൾ നിങ്ങളെ വൈദങ്ങൾ എടുത്തോളി, അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം, പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുക. ഇതൊക്കെ നേടിയെടുത്തതാണ്, ഒരു കുത്തക മുതലാളിമാർ നമുക്ക് നീട്ടി തന്നല്ല, ഇതൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങളാണ്. അത് പാലിക്കണം. അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഒരു മുതലാളിയും വിചാരിക്കേണ്ട. അത്ര ചെറുതായാലും വലുതായാലും. അതേപോലെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ 4 ആളാണ്, ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ഒരു മോള് ഒരു മോൻ. ഓരോട് ഞാൻ പഠിക്കുന്ന കാലത്തേ പറയും, 10ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പറയും, നമ്മൾ 4 ആളാണ് ഇവിടെ. ഈ ഞങ്ങളന്ന് വാടകയ്ക്ക് ഇനി ഇത് എനിക്ക് സമ്മാനം കിട്ടിയ വീടാണ് ഈ വീട്, അറിയാലോ അല്ലേ? ഇതെനിക്ക് സമ്മാനം കിട്ടിയ അത് പറഞ്ഞില്ല. ഇത് മൊത്തം ഈ ഇവിടെയുള്ള ഫർണിച്ചറും ഒക്കെ എനിക്ക് സമ്മാനം കിട്ടിയ. അപ്പോൾ BBC അംഗീകരിച്ചതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് ഇനി. അപ്പോൾ വാടകയ്ക്ക് താമസിക്കുമ്പോഴേ ഞാൻ പറയും, മക്കളെ ഞാനും ജോലിക്ക് പോവുകയാണ്, അച്ഛനും ജോലിക്ക് പോവുകയാണ്, നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 4 ആളും കൂടി വിചാരിച്ചാലേ ഈ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. രാവിലെ ചായക്ക് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ചോറ് വേണം, രാത്രി വൈകുന്നേരം നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഭക്ഷണം വേണം, രാത്രി അമ്മയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം റെഡി ആവണം. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ചായക്ക് ഉണ്ടാക്കണം, ചോറ് റെഡിയാക്കണം, അടിച്ചു വാരി വൃത്തിയാക്കണം, അലക്കണം. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യാം.
അച്ഛനും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കി രാവിലെ തന്നെ റെഡിയാക്കി വെക്കാം, നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം വരെ ടിഫിൻ റെഡിയാക്കാം. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ എന്നാൽ രാവിലെ ചായേൻ്റെ കാര്യവും ഞാൻ ഏറ്റെടുക്കുക. അപ്പം മോൻ പറയും അമ്മേ ഞാൻ അടിച്ചു വരി തുടയ്ക്കുക. മോള് പറഞ്ഞ് ഞാൻ അലക്കാം, കഴിഞ്ഞ് മുറ്റടിച്ചാരലും അലക്കലും ഞാൻ ചെയ്യാമെന്നോളും പറഞ്ഞു. രാവിലെ എല്ലാവരും അത് കഴിഞ്ഞിട്ട് എവിടുന്ന് പോലെ പിന്നെ വീട് വൃത്തിയാക്കാൻ ഞാൻ നോക്കണ്ട, വീട് കൂട്ടി ഞങ്ങൾ പോയാൽ മതി. ഓരോ ആദ്യം പറഞ്ഞു വിടും, പിന്നെ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ വീട് വൃത്തിയാക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരു ഭക്ഷണവും കാര്യം രാവിലത്തെ ചായയും കൊടുത്ത് ചോറും കൊടുത്ത് പിന്നെ ഞങ്ങൾ വീട് കൂട്ടി ഞങ്ങൾ പോയാൽ മതി. വൃത്തിയാക്കൽ അവർ ചെയ്തിട്ടുണ്ടാവും. തുടയ്ക്കലും അടിച്ചുവരലും മോൻ ചെയ്യും, പിന്നെ തിരുമ്പലും മുറ്റടിച്ചേരലും മോളും ചെയ്യും. ഞങ്ങൾ ഭക്ഷണം രാവിലത്തെ സുരേഷ് ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യില്ല. അതിന് മോളിപ്പോൾ LLB ആയതുകൊണ്ട് ഓളിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് 2 ബസ് കയറി വേണം ഹോസ്റ്റലിലേക്ക് പോകാൻ. ഇവിടെ രാത്രി നല്ലോണം പഠിക്കാനുണ്ട്. അപ്പോൾ രാത്രി അധികം 2 മണി 3 മണിയാകുമ്പോൾ കുട്ടി കിടക്കുക. അപ്പം രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബസ് പോയി നോക്കുമ്പോഴത്തേക്ക് ബസ് പോയിട്ടുണ്ടാവും. അന്നേരം എപ്പോഴും അറ്റൻഡൻസ് കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ ഇവിടെ TV കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാനുള്ള അന്തരീക്ഷം ആകെ 2 റൂമല്ലേ. മോനും അവിടെ കിടക്കണം, മോക്കും ഇറങ്ങും. മോനും ഏതറിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള മോൻ ഇപ്പോൾ ഏതറിൻ്റെ കമ്പനിയിലാണ്. മോനും പോകണം രാവിലെ 9 മണിക്ക് അവിടെ പഞ്ച് ചെയ്യണം. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാം. അങ്ങനെ ഇവള് ഹോസ്റ്റലൊക്കെ പൈസയൊന്നും ഞങ്ങളടുത്ത് കൊടുക്കാൻ അതിനത്രയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പരീക്ഷയായപ്പോഴാണ് ഇവള് പോയത്. പരീക്ഷ കഴിഞ്ഞിട്ട് കൂടെ പോയി 1 മാസം വേണേൽ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെ ഇവിടെ പോയി അവിടുന്ന് കമ്പൈൻഡ് സ്റ്റഡിയൊക്കെ നടത്തി പരീക്ഷ ഫസ്റ്റ് സെം കഴിഞ്ഞ്. ഇപ്പോൾ 2ാമത്തെ സെമ്മൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഹോസ്റ്റലിലെ താത്തിയായിട്ട് സംസാരിച്ചിട്ട് ഓളോട് പറഞ്ഞു നീ ഇവിടെ കുട്ടികളെ മാനേജ് ചെയ്തോ, നിൻ്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഓളാണ് രാത്രി 1 മണിക്കൊക്കെ കുട്ടികൾ വരും, വീട്ടുകൾ പഠിക്കുകയായിരിക്കും. അപ്പോൾ ഓള് ഇടപെടും, ഞങ്ങൾ പഠിക്കാനാണ് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ ഹോസ്റ്റലിലേക്ക് ഒരു സമയമുണ്ട്, ആ സമയത്തിന് വരണം. 1 മണി 2 മണിക്കൊക്കെ വന്നാൽ ഞങ്ങൾക്ക് കിടക്കാനും ഉറങ്ങാനും പഠിക്കാനും ഒന്നും പറ്റുന്നില്ല എന്ന് അവരെ ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പരിഹരിച്ച് ഇപ്പോൾ ഹോസ്റ്റലിൽ ഓൾക്ക് ആ ലെവലിൽ ഇടപെടാൻ പറ്റുന്നുണ്ട്. നടത്തുന്ന ഒരു സ്ത്രീയാണ്. അവൾ പറഞ്ഞ് നീ ഇത് മാനേജ് ചെയ്തോ, കുട്ടികളെ മാനേജ് ചെയ്തോ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ, നീ തരണ്ട പൈസ.